ഇരുവൃക്കകളും തകരാറിലായ ഇടുക്കി കാളിയാർ സ്വദേശി മൊട്ടക്കുന്നിൽ ബിസിൻ സുമനസുകളുടെ സഹായം തേടുകയാണ്. വൃക്ക ദാനം ചെയ്യാൻ അമ്മ സാലിയുണ്ട്. ശസ്ത്രക്രിയയ്ക്കും മറ്റു ചെലവുകൾക്കുമായി 20 ലക്ഷം രൂപ വേണം. നിർധന കുടുംബത്തിന് ഇത് കണ്ടെത്താൻ കഴിയുന്നുമില്ല. 27 വയസ്സുകാരനാണ് ബിസിൽ. അച്ഛൻ ബെന്നിക്കും അമ്മ സാലിക്കുമൊപ്പം ബിസിൽ പെയിന്റിംഗ് ജോലിക്ക് പോയിരുന്നു. 3 വർഷം മുമ്പാണ് രോഗബാധ കണ്ടെത്തുന്നത്. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു ചികിത്സ. ഇതിനായി 10 ലക്ഷം രൂപയിലധികം ചിലവാക്കി. ഇനി വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ചികിത്സയ്ക്കായി വിൽക്കാൻ സ്വന്തമായി കിടപ്പാടവുമില്ല. കഴിഞ്ഞ 31 വർഷമായി വാടക വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. പഠിച്ചിട്ട് ഇരുന്നപ്പോഴാണ് ഈ കൊച്ചിൻ്റെ കാലിന് പെട്ടെന്ന് ഒരു നീര് വന്നു. അങ്ങനെയാണ് കൊണ്ടുപോയി കാണിച്ചത്. അന്നേരമാണ് ബയോപ്സി ചെയ്തപ്പോൾ പറഞ്ഞത് കൊച്ചിൻ്റെ കിഡ്നിയുടെ അരിപ്പ വലുതാണ്, പ്രോട്ടീൻ പോണ വിഷയമാണ്. അപ്പോൾ വളർന്നു വരുന്ന അനുസരിച്ച് ഇത് വലുതായിട്ട് വന്നു. കൊച്ചിന് 15 ലക്ഷം, എനിക്ക് 5 ലക്ഷം രൂപയാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. 2 പേർക്കും കൂടെ കൂടി 20 ലക്ഷം രൂപയാണ് ഡോക്ടർ പറഞ്ഞത്. 6 മാസത്തെ തുടർ ചികിത്സയ്ക്കും കൂടെ കൂടിയാണ് ഡോക്ടർ ഇത്രയും തുക പറഞ്ഞേക്കണത്. മകന് വൃക്ക നൽകാൻ അമ്മ തയ്യാറാണ്. 2 പേരുടെയും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 20 ലക്ഷത്തിലേറെ രൂപ വേണം. പ്രദേശത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ബിസിലിനെയും കുടുംബത്തെയും സഹായിക്കാൻ രംഗത്തുണ്ട്. പക്ഷേ മതിയായ പണം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്നേഹമുള്ള എല്ലാവരുടെയും ഒരു സഹായമാണ് ഈ ചെറുതാണെങ്കിൽ കൂടിയും പലരിൽ നിന്നും ഒരു വലിയ തുക കണ്ടെത്തി ഈ കുട്ടിയുടെ കിഡ്നി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അവനെ തിരിച്ച് അവനൊരു ആരോഗ്യവാനമായിട്ട് നമുക്ക് കൊണ്ടുവരുന്നതിന് എല്ലാവരും സഹായിക്കും. ഇപ്പോൾ ബിസിൽ ഡയാലിസിസ് ചെയ്യുകയാണ്. എത്രയും വേഗം വൃക്ക മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പണമില്ലാത്തതിനാലാണ് ഇതിന് കഴിയാത്തത്. സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ ബിസിലിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയൂ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.